വെൽക്കം ബാക്ക് ടു ഹോംലി ട്രെൻഡ്സ്. വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് കടല. കറി വെക്കാൻ മാത്രമല്ലല്ലോ നമ്മൾ കടല ഉപയോഗിക്കാറ്. അപ്പോൾ നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പരിപ്പുവടയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് ഈ കടല വെച്ചിട്ടൊരു വട തയ്യാറാക്കാം. അപ്പോൾ അതിനാവശ്യത്തിന് കുറച്ച് കടല എടുക്കാം. ഈ കടല നന്നായിട്ട് കുതിർത്തെടുത്ത കടല നമ്മൾ തൊലി കളഞ്ഞെടുക്കണം. ഇത് മുഴുവനായിട്ടും തൊലി കളയണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ല അത് കുറച്ച് മാത്രം തൊലി കളഞ്ഞ് ബാക്കി തൊലി കളയാതെ വേണമെങ്കിൽ ചെയ്യാം. ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് പകുതി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. തൊലി കളയണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ പകുതിയോളം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കി പകുതി തൊലിയോട് കൂടെയും കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. തൊലി കളഞ്ഞ കടലയുടെ കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് മതിയാവും, നമുക്ക് വടയിലിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം മതി. നമുക്കിത് കുറേശ്ശായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്നതോടുകൂടി തന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുഴുവനും അതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തൊലിയോട് കൂടി പൊടിച്ചതാണ്. ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കാം. ഇത് തൊലി കളഞ്ഞ കടല പൊടിച്ചതാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, കളറിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ അതിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു സവാളയും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും, പിന്നെ ആവശ്യം ഉള്ളവർ മാത്രം കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. നമ്മൾ വടയുടെ ഷേപ്പിൽ എടുത്തതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം. നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിലായിരിക്കണം. ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്കത് മുഴുവനും അങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി വട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പരിപ്പുവടയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക്, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.